ഹായ്, ദിസ് ഈസ് ഫ്രം ലൈബ ഡിസൈനർ സ്റ്റുഡിയോ. ഒരു ഡിസൈനറെ സംബന്ധിച്ചിട്ട് ഏറ്റവും ടെൻഷനുള്ള കാര്യമാണ് ഒരു പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം അത് കസ്റ്റമറെ കയ്യിൽ കിട്ടിയിട്ട് റിവ്യൂ അറിയുന്നത് വരെയുള്ള ഒരു സിറ്റുവേഷൻ. അതും ഓൺലൈൻ വഴിയാകുമ്പോൾ നമുക്ക് ഇരട്ടിയായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. എന്തായാലും നമുക്ക് ഓൺലൈൻ വഴി നമ്മളുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്, അവരുടെ കസിൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഡ്രസ്സായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ക്രേപ്പ് ജോർജറ്റും ഡയബിൾ ബ്രൊക്കേഡും ഓർഗൻസ അങ്ങനെ ഒരു മിക്സ് ഓഫ് ഫാബ്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഹാൻഡ് വർക്ക് നമ്മൾ തന്നെ റെഫറൻസിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഹെവി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് കിട്ടിയതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ പറയുന്നതിനെ കഴിഞ്ഞും അത് കേൾക്കുന്നത് തന്നെയല്ലേ. ഡ്രസ്സ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് ചെയ്തത്, എങ്ങനെയാണ് ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്, അങ്ങനെയൊക്കെ എല്ലാവർക്കും എന്തായാലും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചു എന്നോട് ഡ്രസ്സ് എവിടെ നിന്നാണ്, ഇതെങ്ങനെയാണ്. നമ്മളിപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് അല്ല, അറിയാലോ അല്ലേ. ഇതിപ്പോൾ കാസർഗോഡാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്തത്, അവരെങ്ങനെയാണ് ഇങ്ങോട്ട് കൊറിയർ ചെയ്തത്, എല്ലാ കാര്യങ്ങളും കുറേ പേര് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടും കളറിൻ്റെ പ്രശ്നം, ഷെയ്ഡിൻ്റെ പ്രശ്നമൊക്കെ വരുമല്ലോ, എല്ലാം ചോദിച്ചു എല്ലാവരും. ഞാൻ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ 2 ഡ്രസ്സ് ചോദിച്ചത് രണ്ടും നല്ല തൃപ്തിക്ക് എനിക്ക് കിട്ടിയത്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് ഇനിയിപ്പം ഓർഡർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ സെയിം അല്ലെങ്കിലും ഒത്തിരി പേര് ഓർഡർ തരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി എന്തായാലും.